അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Back Bazaar near Hotel Top Star, Old Bus Stand, Main Road, Payyanur. Cooperative National College, Perumba, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ നഗരസഭ ശുചിത്വ നഗരം, സുന്ദര നഗരം, മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി പയ്യന്നൂർ നഗര സൗന്ദര്യവൽക്കരണത്തിന് തുടക്കമായി. MLA TI മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂരിലേക്കുള്ള പ്രധാന കവാടമായ പെരുമ്പയിൽ മാലിന്യ ബോധവൽക്കരണ ശില്പമൊരുക്കി ഉണ്ണിക്കാനായി. വടക്കേ മലബാറിന്റെ വാർത്താരംഗത്ത് 1.5 പതിറ്റാണ്ടുകാലമായി നിറഞ്ഞു നിൽക്കുന്ന കണ്ണൂർ വിഷൻ ചാനലിന്റെ ആസ്ഥാന മന്ദിരമായ കണ്ണൂർ വിഷൻ ടവർ ഒക്ടോബർ 2-ന് നാടിന് സമർപ്പിക്കും. മേലെ ചൊവ്വയിൽ 4 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ സജ്ജീകരിച്ചിട്ടുള്ള കണ്ണൂർ വിഷൻ ടവർ ഒക്ടോബർ 2-ന് രാവിലെ 10:30 മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. മാനസികോല്ലാസത്തിനായി ഒരു പകൽ മുഴുവൻ കൗവായി കായലിലെ വഞ്ചി വീട്ടിൽ ആട്ടവും പാട്ടുമായി ചിലവഴിച്ച് വയോജനങ്ങൾ. വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDS നേതൃത്വത്തിലാണ് വഞ്ചി വീട്ടിൽ 60 പിന്നിട്ടവരെ ഒരുമിച്ച് ചേർത്തത്. പ്രവർത്തനം റദ്ദ് ചെയ്തിരിക്കുന്ന ചൂരപ്പടവ് ക്വാറിയിൽ MLAയും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. ക്വാറിയുടെ പ്രവർത്തനം റദ്ദ് ചെയ്തത് അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിനെ തുടർന്ന്. വാർത്തകൾ വിശദമായി. കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമില്ലാത്ത, കമ്മ്യൂണിസ്റ്റ് മൂല്യബോധമില്ലാത്ത ഒരാൾ കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിയുടെ അണികളുടെ ഇടയിൽ എത്ര പെട്ടെന്നാണ് ആവേശമായി മാറുന്നത്? അയാളുടെ നിലപാടുകൾ എങ്ങനെയാണ് പാർട്ടി നിലപാടുകളായി അണികൾ തെറ്റിദ്ധരിക്കുന്നത്? CPIM എന്ന കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിക്ക് PV അൻവർ നൽകുന്ന പാഠമെന്ത്? കാണാം ഡീപ് റിപ്പോർട്ട്. ചരിത്രത്തിൽ ഇന്നേ വരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത സംഭവങ്ങളിലൂടെയാണ് കേരളത്തിലെ CPM കടന്നുപോകുന്നത്. മുന്നണിയുടെ ഭാഗമായ ഒരു MLA സ്വന്തം സർക്കാരിനെതിരെ ആരോപണ ശരങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി അഴിച്ചുവിടുകയാണ്. അപ്പോഴൊക്കെയും ഗൗരവമുള്ളതാണെന്നും അന്വേഷിക്കുമെന്നും പറഞ്ഞ് ഒപ്പം ചേർത്ത് നിർത്തുകയായിരുന്നു ആ പാർട്ടി ചെയ്തത്. എന്നാൽ പിന്നീട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടെയാണ് അൻവറിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് ആദ്യം A വിജയരാഘവനും പിന്നാലെ MV ഗോവിന്ദനും TP രാമകൃഷ്ണനും രംഗത്തെത്തുന്നത്. പാർട്ടി ശത്രുക്കളുടെ നാവാവുകയാണ് അൻവറെന്നും മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളൊന്നും അംഗീകരിക്കാനാകില്ലെന്നും അവർ വ്യക്തമാക്കി. ഇനി അൻവറിനോട് വിട്ടുവീഴ്ച വേണ്ടെന്നും ഇടത് MLA എന്ന പരിഗണന വേണ്ടെന്നും തീരുമാനിക്കുകയും ചെയ്തു. കോൺഗ്രസ് വിട്ട് CPM-നൊപ്പം ചേർന്ന് പാർട്ടിക്കു വേണ്ടി സൈബർ പട നയിച്ച അൻവറിനെ ഒടുവിൽ പാർട്ടി പെരുവഴിയിൽ ഉപേക്ഷിച്ചു. ആ സമയം CPI-യുടെ അർത്ഥഗർഭമായ മൗനം ശ്രദ്ധേയമായിരുന്നു. അൻവർ ഉയർത്തിയ വിഷയങ്ങളെല്ലാം VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ള CPI നേതാക്കളെല്ലാം നിരന്തരം ശക്തിയുക്തം ഉന്നയിക്കുന്നുണ്ട്. തൃശൂർ പൂരം കലക്കൽ, പോലീസിലെ RSS ഫ്രാക്ഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രത്യേകിച്ചും. സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ലഹരിക്കടത്ത് സംഘങ്ങൾക്ക് പാർട്ടിക്കൊപ്പം നിൽക്കുമ്പോൾ സംരക്ഷണം നൽകുകയും അല്ലാത്തപ്പോൾ നടപടിയെടുക്കുകയും ചെയ്യുന്നത് സർക്കാരിന്റെ കാട്ടുനീതിയാണെന്നാണ് VD സതീശൻ പറഞ്ഞത്. അൻവറിന്റെ റിസോർട്ടിലെ കാട്ടരുവി തടഞ്ഞുള്ള നിർമ്മാണം പൊളിച്ച് നീക്കുവാനുള്ള റീടെൻഡർ വിളിച്ച പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ പ്രതികരണം. അൻവറിന്റെ തടയണ പൊളിക്കുമെന്ന് ഇപ്പോൾ പറയുന്നവർ ഇത്രയും കാലം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ സംരക്ഷിക്കുകയായിരുന്നോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കോളിളക്കം സൃഷ്ടിച്ച വാർത്താ സമ്മേളനത്തിനു തൊട്ടു പിന്നാലെ പുതിയ പാർട്ടി രൂപീകരണത്തിന്റെ സാധ്യതയും അൻവർ തള്ളിയിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര MLA-മാരെയും നേതാക്കളെയും കൂട്ടുപിടിച്ച് ഒരു പുതിയ പാർട്ടി നീക്കം ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഇവിടെ അൻവർ വിവാദത്തിൽ കൗതുകകരമായ ഒട്ടനവധി കാര്യങ്ങളുണ്ട്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ, വിശേഷിച്ചും CPM രാഷ്ട്രീയത്തിൽ സമീപകാലത്തുണ്ടായ ചില വ്യതിയാനങ്ങളാണ്. പാർട്ടി പശ്ചാത്തലമോ പാർട്ടി പാരമ്പര്യമോ അൻവറിന് ഇല്ല എന്ന് മുഖ്യമന്ത്രി തന്നെ ഒടുവിൽ സമ്മതിച്ചിട്ടുണ്ട്. സമീപകാലത്ത് പാർട്ടിയുടെ മുഖമായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന പലരും പാർട്ടി പശ്ചാത്തലമില്ലാത്ത, പാർട്ടി പാരമ്പര്യമില്ലാത്ത, കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം ഒട്ടുമില്ലാത്ത നേതാക്കളായിരുന്നു. KT ജലീൽ മുതൽ PV അൻവർ വരെ ആ പട്ടിക അങ്ങനെ നീളുന്നു. വലതുപക്ഷ പാർട്ടികളിൽ നിന്നും സ്ഥാനമാനങ്ങൾക്കായുള്ള വടംവലിയിൽ പുറത്താക്കപ്പെടുകയോ പുറത്തു വരികയോ ചെയ്യുന്നവരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന മുൻപെങ്ങും ഉണ്ടായിട്ടില്ലാത്ത ഒരു പ്രവണത, അതാണ് സമീപകാല ചരിത്രം. അൻവർ വളരെ പെട്ടെന്നാണ് സൈബർ ഇടങ്ങളിലെ CPM അണികളുടെ ആവേശവും രോമാഞ്ചവുമായി മാറിയത്. കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമില്ലാത്ത ഒരാൾ, കമ്മ്യൂണിസ്റ്റ് മൂല്യബോധത്തിന് പുറത്തുള്ള ഒരാൾ, കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിയുടെ അണികളുടെ ഇടയിൽ എത്ര പെട്ടെന്നാണ് ആവേശമായി മാറുന്നത്? അയാളുടെ നിലപാടുകൾ എങ്ങനെയാണ് പാർട്ടി നിലപാടുകളായി അണികൾ തെറ്റിദ്ധരിക്കുന്നത്? ഇതൊക്കെ ആ പാർട്ടി പുനഃപരിശോധിക്കേണ്ടതുണ്ട്. പയ്യന്നൂർ നഗരസഭ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ MLA ടി മധുസൂദനൻ നിർവഹിച്ചു. ശുചിത്വ നഗരം, സുന്ദര നഗരം, മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായാണ് നഗരത്തിൽ ചെടികൾ വച്ചുപിടിപ്പിച്ചത്. പയ്യന്നൂർ നഗരത്തിലെത്തുന്ന പെരുമ്പയിലെ പ്രധാന കവാടം മുതൽ സെന്റ് മേരീസ് സ്കൂളിന് സമീപം വരെ റോഡരികിൽ ഇരുവശത്തും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഡിവൈഡറുകൾ, സെൻട്രൽ ബസാർ, ടൗൺ സ്ക്വയർ, ഗാന്ധി പാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലുമാണ് പൂച്ചെടികൾ വെച്ചുപിടിപ്പിച്ചത്. പയ്യന്നൂർ നഗരം സുന്ദരമാക്കുക എന്ന കാഴ്ചപ്പാടോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായി പൊതുജനങ്ങളുടെയും വ്യാപാരികളുടെയും സഹകരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശുചിത്വബോധം ജനങ്ങളിൽ ഉണ്ടാക്കുക എന്നതാണ് നഗരസഭ ലക്ഷ്യമാക്കുന്നത്. സുബ്രഹ്മണ്യനായി ഏറ്റവും കൂടുതൽ കാലം പഞ്ചായത്ത് ഭരണാധികാരിയായി ഇരുന്ന സ്ഥലമാണ് പയ്യന്നൂർ. അദ്ദേഹത്തോട് പഴയകാലത്തെ പയ്യന്നൂരിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പഴയ തലമുറക്കാരെല്ലാം പറയുന്നത് ആലും അരയാലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി രമണീയമായ ഒരിടമായിട്ടാണ് പയ്യന്നൂർ. മലഞ്ചരക്കുകളുടെയും എല്ലാം വ്യാപാര കേന്ദ്രമെന്ന നിലയിലും ഒരു പട്ടണമെന്ന നിലയിലും. പെരുമ്പയിൽ വെച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ C ജയ, V ബാലൻ, VV സജിത, T വിശ്വനാഥൻ, TP സമീറ, കൌൺസിലർമാരായ B കൃഷ്ണൻ, ഇക്ബാൽ പോപ്പുലർ, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, ക്ലീൻ സിറ്റി മാനേജർ PP കൃഷ്ണൻ, ഹരിത കേരള മിഷൻ RP അരുൾ P, ഹരിത ശുചിത്വ മിഷൻ അംബാസിഡർ E ശശിധരൻ, ശുചിത്വ മിഷൻ RP ഹൃദയ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വടക്കേ മലബാറിന്റെ വാർത്താരംഗത്ത് 1.5 പതിറ്റാണ്ടുകാലമായി നിറഞ്ഞു നിൽക്കുന്ന കണ്ണൂർ വിഷൻ ചാനലിന്റെ ആസ്ഥാന മന്ദിരമായ കണ്ണൂർ വിഷൻ ടവർ ഒക്ടോബർ 2-ന് നാടിന് സമർപ്പിക്കും. മേലെ ചൊവ്വയിൽ 4 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ സജ്ജീകരിച്ചിട്ടുള്ള കണ്ണൂർ വിഷൻ ടവർ ഒക്ടോബർ 2-ന് രാവിലെ 10:30 മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിക്കും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, MP-മാരായ KH സുധാകരൻ, V ശിവദാസൻ, P സന്തോഷ് കുമാർ, MLA-മാരായ KK ശൈലജ ടീച്ചർ, സണ്ണി ജോസഫ്, TA മധുസൂദനൻ, KV സുമേഷ്, സജീവ് ജോസഫ്, M വിജിൻ, മേയർ മുസ്ലിഹ് മഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, MV ജയരാജൻ, മാർട്ടിൻ ജോർജ്, N ഹരിദാസ്, സിനിമാ താരം ശങ്കർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. വൈകുന്നേരം 5-ന് ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സക്സസ് സ്റ്റോറി 100ാം എപ്പിസോഡ് ആഘോഷം ഫെസ്റ്റിവ 2024 മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രി EP ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ ആശംസകൾ അറിയിക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് V ജയകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. തുടർന്ന് 5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന കലാസന്ധ്യയും അരങ്ങേറും. COA ജില്ലാ സെക്രട്ടറി MR രജീഷ്, PDIC MD KO പ്രശാന്ത്, കണ്ണൂർ വിഷൻ MD KK പ്രദീപ്, COA സംസ്ഥാന കമ്മിറ്റി അംഗം P ശശികുമാർ, സക്സസ് സ്റ്റോറി പ്രോഗ്രാം കോർഡിനേറ്റർ നവാസ് മേത്തർ, ഡയറക്ടർ ബോർഡ് അംഗം M വിനീഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ ശുചിത്വ നഗരം, സുന്ദര നഗരം, മാലിന്യമുക്തം നവകേരളം 2ാം ഘട്ട ക്യാമ്പയിനിന്റെ ഭാഗമായി ജീവനം ശുചിത്വ ബോധവൽക്കരണ ശില്പം പെരുമ്പയിൽ പയ്യന്നൂർ MLA ടി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിലേക്കുള്ള പ്രധാന കവാടമായ പെരുമ്പയിലാണ് ശില്പമൊരുക്കിയത്. 11 അടി നീളവും 9 അടി വീതിയും 5 അടി ഉയരവുമുള്ള ആമയുടെ ശില്പം മനുഷ്യൻ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ പ്രകൃതിയിലെ ജീവജാലങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയായി മാറി. ഏറ്റവും കൂടുതൽ ആയുസുള്ള ജീവിയെന്നറിയപ്പെടുന്ന ആമയുടെ പുറന്തോടിൽ നാം നിസാരമെന്നു കരുതി വലിച്ചെറിഞ്ഞ ഒരു വള കുടുങ്ങിപ്പോവുകയും പിന്നീട് ഈ വളയെ അതിജീവിച്ച് വളർന്നു വന്ന ആമയുടെ ദയനീയ അവസ്ഥയുമാണ്
ശില്പത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, സ്കൂൾ ബാഗ്, ചെരുപ്പുകൾ, പ്ലാസ്റ്റിക് ചാക്കുകൾ, തെർമോകോൾ, ബൾബുകൾ എന്നിവ ശേഖരിച്ച് 3 ദിവസം കൊണ്ടാണ് ശില്പം ഒരുക്കിയിട്ടുള്ളത്. ഉണ്ണിക്കാനായിക്കൊപ്പം ഷൈജിത്ത് കുഞ്ഞിമംഗലം, വിനേഷ് കോയക്കിൽ, ബിജു കോയക്കിൽ, ബാബുട്ടൻ മണിയറ, അഭിജിത്ത് ടി.കെ എന്നിവർ സഹായികളായിരുന്നു. ശില്പി ഉണ്ണിക്കാനായിയെ ചടങ്ങിൽ വച്ച് MLA ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ NSS പയ്യന്നൂർ കോളേജ് യൂണിറ്റ് 11 വോളണ്ടിയർ പാർത്ഥിവ് PS പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ഇടക്ക MLAക്ക് കൈമാറി. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, നഗരസഭാ സെക്രട്ടറി, ക്ലീൻ സിറ്റി മാനേജർ, ജനപ്രതിനിധികൾ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, NSS യൂണിറ്റ് 11 വോളണ്ടിയർമാർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മുതിർന്ന കോൺഗ്രസ് നേതാവ് KP കുഞ്ഞിക്കണ്ണന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചനം സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KP കുഞ്ഞിക്കണ്ണന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സർവകക്ഷി അനുശോചന യോഗം നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. TI മധുസൂദനൻ MLA, നഗരസഭാ അധ്യക്ഷ KV ലളിത, M നാരായണൻകുട്ടി, MP ഉണ്ണികൃഷ്ണൻ, നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, SC ഷുക്കൂർ ഹാജി, M രാമകൃഷ്ണൻ, KP ബാലകൃഷ്ണ പൊതുവാൾ, VP സുമിത്രൻ, P ജയൻ, B സജിത് ലാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മൗനജാഥയുമുണ്ടായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം സെൻട്രലിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. പെരളത്തെ PV വിജയന്റെ ഓടിട്ട വീട്ടിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. വീട്ടുകാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. കരിവള്ളൂർ പെരളത്തെ PV വിജയന്റെ ഓടിട്ട വീടിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. മേൽക്കൂരയ്ക്ക് ഉപയോഗിച്ച തടി പൊട്ടിയതാണ് തകർന്നു വീഴാൻ കാരണം. വിജയൻ മാത്രമാണ് ഇവിടെ താമസം. ഇദ്ദേഹം ഭിന്നശേഷിക്കാരനാണ്. അമ്മയുടെ സഹോദരിയും കൂടെ ഉണ്ടായിരുന്നു. വീടിന്റെ അടുക്കള വശത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് മേൽക്കൂര നിലംപതിച്ചത്. നമ്മ ചോറിനാൻ അപ്പുറത്തേക്ക് പോയ സമയത്ത് ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നുണ്ട്. അപ്പോ ഞാൻ മേക്ക് വീഴണ്ടെന്ന് എന്തോ മേക്ക് വീണില്ല. ഞാൻ കിടന്നിനാട. അടുക്കളയുടെ ഭാഗം കോൺക്രീറ്റ് ആയതിനാലാണ് രക്ഷപ്പെട്ടത്. വീട്ടുപകരണങ്ങൾക്കും മറ്റ് സാധനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മാനസികോല്ലാസത്തിനായി ഒരു പകൽ മുഴുവൻ കൗവായി കായലിലെ വഞ്ചി വീട്ടിൽ ആട്ടവും പാട്ടുമായി ചിലവഴിച്ച് വയോജനങ്ങൾ. വയോജന ദിനാഘോഷ ഭാഗമായി തൃക്കരിപ്പൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDS നേതൃത്വത്തിലാണ് വഞ്ചി വീട്ടിൽ 60 പിന്നിട്ടവരെ ഒരുമിച്ച് ചേർത്തത്. ജെൻഡർ റിസോഴ്സ് സെന്റർ റിലേഷൻഷിപ്പ് കേരളയുടെ ഭാഗമായാണ് വയോജന ദിനത്തിൽ മാനസികോല്ലാസവും വയോജന സംഘവും നടത്തിയത്. തൃക്കരിപ്പൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 7 അയൽക്കൂട്ടങ്ങളിലായുള്ള 60 വയസ്സ് മുതൽ 85 വയസ്സ് വരെ പ്രായമുള്ള 60 വയോധികരാണ് വയോജന സംഗമത്തിൽ പങ്കെടുത്തത്. കസേരക്കളിയും ബലൂൺ ഫൈറ്റിംഗും ഉൾപ്പെടെയുള്ള മത്സരങ്ങളിലെ വിജയികളായവർക്കും പാട്ടുപാടിയവർക്കും സമ്മാനങ്ങൾ നൽകി. പ്രായമേറിയവരെന്ന ചിന്ത മാറ്റി യുവാക്കളുടെ മനസ്സൊരുക്കുന്ന തരത്തിൽ നാടൻപാട്ട് കലാകാരൻ ജിത്തു കൊടക്കാട് പങ്കെടുത്തവരെ മാറ്റിയെടുത്തു. പാട്ടും നൃത്തവുമായി അവർ ഒരുമിച്ച് ചേർന്നു. CDS ADS അംഗങ്ങൾ പിന്തുണയുമായി കൂടെ കൂടി. രാവിലെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ വയോജന സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ വയോജന കുടുംബശ്രീ അംഗങ്ങൾ 7 കുടുംബശ്രീ അംഗങ്ങളാണ്. ആ 7 കുടുംബശ്രീ അംഗങ്ങളും അതുപോലെ ഓക്സിലേറ്റ് ഗ്രൂപ്പ് അംഗങ്ങളും ഒക്കെ പങ്കെടുപ്പിച്ച് അതോടൊപ്പം തന്നെ CDS അംഗങ്ങളും ADS ഗ്രൂപ്പ് അംഗങ്ങളും ഒക്കെ പങ്കെടുത്തുകൊണ്ടാണ് ഒരു ദിവസം വൈകുന്നേരം 5 മണി വരെ വയോജനങ്ങളായ നമ്മുടെ സഹോദരന്മാരും സഹോദരികളൊക്കെ ഒന്ന് മാനസികോല്ലാസം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും അഭിനന്ദനാർഹമാണ്. കുടുംബശ്രീ CDS അധ്യക്ഷ M മാലതി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഫായിസ് ബീരിച്ചേരി, KV രാധ, CDS ഉപാധ്യക്ഷ M ഖൈറുന്നിസ, PK റഹ്മത്ത്, ശ്രീജ സന്തോഷ്, P പ്രേമലത എന്നിവർ സംസാരിച്ചു. കമ്മ്യൂണിറ്റി കൗൺസിലർ C രജിത മോട്ടിവേഷൻ ക്ലാസും നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
കണ്ടോത്ത് ALP സ്കൂൾ PTA നേതൃത്വത്തിൽ ചരിത്ര സഞ്ചാരം പരിപാടി നടത്തി. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TV ജ്യോതി ബസു പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജീവചരിത്രം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര വഴികൾ, പയ്യന്നൂരിലെ ചരിത്ര സ്മാരകങ്ങൾ എന്നിവ കുട്ടികളെ പഠിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ചരിത്ര സഞ്ചാരം പരിപാടി നടത്തിയത്. പയ്യന്നൂർ ഗാന്ധി സ്മൃതി മ്യൂസിയത്തിൽ പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജ്യോതി ബസു പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P. ഷിജിത്ത്, ഹെഡ്മിസ്ട്രസ് PP. സനില, EV. രമ്യ, M. വനജാക്ഷി, AK. ഗിരിജ, മുരളീകൃഷ്ണൻ M, സുജിൻ കുമാർ K, നേഹ വിജയൻ എന്നിവർ സംസാരിച്ചു. മ്യൂസിയത്തിലെ ചരിത്രശേഷിപ്പുകൾ കുട്ടികൾ കണ്ട് മനസ്സിലാക്കി. തുടർന്ന് പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം, ഗാന്ധിമാവ്, ക്വിറ്റ് ഇന്ത്യ സ്മാരകം എന്നിവയും സന്ദർശിച്ച് പഠനക്കുറിപ്പുകൾ തയ്യാറാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 100% യൂസർ ഫീ നേട്ടം കൈവരിച്ച ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആദരവ് നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV. വത്സല ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ, സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ എന്നിവയുടെ ഭാഗമായി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ 100% യൂസർ ഫീ കളക്ഷൻ നേട്ടം കൈവരിച്ച ഹരിത കർമ്മസേനകൾക്കുള്ള ആദരവും ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ സ്ഥാപിച്ച മാലിന്യ സംസ്കരണ സംവിധാനത്തിന്റെ ഉദ്ഘാടനവും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV. അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂസർ ഫീ കളക്ഷനിൽ 100% നേട്ടം കൈവരിച്ച രാമന്തളി, കുഞ്ഞിമംഗലം, കാങ്കോലാലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തുകളിലെ ഹരിത കർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. എങ്ങനെയാണ് ശുചിത്വ മേഖലയിൽ ഇടപെടേണ്ടത് എന്ന് നോക്കുമ്പോൾ ആദ്യമൊക്കെ പല പഞ്ചായത്തുകളും നമുക്കറിയാം വേസ്റ്റ് ബിന്നൊക്കെ പല സ്ഥലങ്ങളിലും ടൗണുകളിലും കൊണ്ടുവച്ചപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മലയാളികളുടെ മനസ്സ് എന്ന് പറയുന്നത് സാമൂഹിക പരിസര അല്ലെങ്കിൽ മറ്റ് പരിസര ശുചീകരണത്തിൽ പ്രാധാന്യമില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം അതിൽ കൊണ്ടിടുകയും പിന്നീട് അത് എടുക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോയി. വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യണം. വെറുതെ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. യൂസർ ഫീ നമുക്ക് വീടുകളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കഴിയണം. അപ്പോൾ ആദ്യഘട്ടങ്ങളിൽ യൂസർ ഫീ വാങ്ങിക്കാതെ നമുക്കെല്ലാം അറിയുന്ന പോലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ തന്നെ അതിനുള്ള പൈസയെല്ലാം. ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ സോമൻ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി. കാങ്കോലാലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV. സുനിൽകുമാർ, രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈമ V, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രാർത്ഥന A, ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി മോഹൻ, ഹരിത കേരള മിഷൻ RP അരുൾ P, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K. മോഹനൻ, ബ്ലോക്ക് ശുചിത്വ മിഷൻ ചാർജ് ഓഫീസർ വിനോദ് കുമാർ CV എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രവർത്തനം റദ്ദ് ചെയ്തിരിക്കുന്ന ചൂരപ്പടവ് ക്വാറിയിൽ പരിസ്ഥിതി നിയമസഭാ സബ് കമ്മിറ്റിക്ക് ക്വാറി വിരുദ്ധ ആക്ഷൻ കമ്മിറ്റി മുൻപ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ MLAയും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിനെ തുടർന്നാണ് പ്രവർത്തനം റദ്ദ് ചെയ്തിരുന്നത്. അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിനെ തുടർന്ന് പ്രവർത്തനം റദ്ദ് ചെയ്തിരിക്കുന്ന ചൂരപ്പടവ് ക്വാറിയിൽ പരിസ്ഥിതി നിയമസഭാ സബ് കമ്മിറ്റിക്ക് ക്വാറി വിരുദ്ധ ആക്ഷൻ കമ്മിറ്റി മുൻപ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പയ്യന്നൂർ MLA TA മധുസൂദനനും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പർമാരും ക്വാറി വിരുദ്ധ സമിതി കൺവീനർ, ചെയർമാൻ, പരിസ്ഥിതി സമിതിയുടെ ഉദ്യോഗസ്ഥർ, മൈനിംഗ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ എന്നിവർ സന്ദർശനം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. CPIM മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്തറയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. CPIM മാടായി ഏരിയ സെക്രട്ടറി V. വിനോദ് ഉദ്ഘാടനം ചെയ്തു. വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളുടെ കുഴലൂത്തുകാരനായ PV. അൻവറിന്റെ കള്ളപ്രചരണങ്ങൾ തള്ളിക്കളയുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് CPIM മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ
പ്രകടനവും പൊതുയോഗവും നടത്തിയത്. പിലാത്തറയിൽ നടന്ന പരിപാടി CPIM മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് ഉദ്ഘാടനം ചെയ്തു. വലിയ ഉയരങ്ങളിലേക്ക് പോകാമെന്ന് കരുതി പാർട്ടി വിട്ടുപോയിട്ടുള്ള ചരിത്രം കേരളത്തിലുണ്ട്. അവർക്കൊന്നും കഴിയാത്ത കാര്യം ഇന്നലെ വന്നവൻ ഇന്നിറങ്ങിപ്പോയാൽ എന്തോ വലുതായി സംഭവിക്കും എന്നാണിപ്പോൾ പുതിയ ചാനലുകാരും പുതിയ മാധ്യമക്കാരും ഒക്കെ കരുതുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുന്നിൽ അൻവർ ഒന്നുമല്ലെന്ന് ദിവസങ്ങൾക്കകം തെളിയിക്കാൻ വേണ്ടി പോകുന്നു ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം. അതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നിലമ്പൂരിൽ നിന്ന് കോഴിക്കോട് എത്തുമ്പോഴേക്കും 3000-300 ചുരുങ്ങിയിട്ടുള്ളത് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. AV രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CM വേണുഗോപാലൻ, MV രാജീവൻ, P പ്രഭാവതി, CP ഷിജു എന്നിവർ സംസാരിച്ചു. M വിജിൻ MLAയും പ്രകടനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാലിന്യമുക്ത നവകേരളത്തിനായി സ്വച്ഛതാ ഹി സേവാ പ്രവർത്തനത്തിന്റെ ഭാഗമായി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് ശുചിത്വ ബോധവൽക്കരണത്തിനായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ചുകൊണ്ട് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന ഫ്ലാഗ് ഓഫ് ചെയ്തു. കുഞ്ഞിമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC, NSS തുടങ്ങി മറ്റു വിദ്യാർത്ഥികളടക്കമുള്ള ഒരു വൻ നിരയാണ് ഇതിനോടൊപ്പം അണിചേർന്നിരിക്കുന്നത്. നമ്മുടെ നാടിനെ മാലിന്യ ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC, NSS പ്രവർത്തകർ അടക്കമുള്ള വിദ്യാർത്ഥികൾ റാലിയിൽ പങ്കെടുത്തു. റാലിക്ക് തെക്കുംപാട് ഗോപാൽ UP സ്കൂൾ, ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂൾ, കുഞ്ഞിമംഗലം എന്നിവിടത്തെ കുട്ടികൾ മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ട് സ്വീകരണം നൽകി. ചടങ്ങിന്റെ ഉദ്ഘാടനം കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന നിർവഹിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശീന്ദ്രൻ M അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന് NSS പ്രോഗ്രാം ഓഫീസർ സിന്ധു പടോളി സ്വാഗതം പറഞ്ഞു. ഹെഡ്മാസ്റ്റർ ഇൻചാർജ് ഷീബ P, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ശോഭ, വാർഡ് മെമ്പർ PK ഷീബ, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ സോമൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഏരിപുരം ഏഴോം റോഡിൽ പഴയങ്ങാടി KSEB ഓഫീസിന് സമീപത്തെ കയറ്റത്തിൽ തടി കയറ്റി പോവുകയായിരുന്ന പിക്കപ്പ് വാൻ അമിതഭാരത്താൽ മുൻഭാഗം ഉയർന്ന് അപകടത്തിൽപ്പെട്ടു. കയറ്റം കയറുന്നതിനിടെ വാഹനം പിറകോട്ടേക്ക് മറിയുകയായിരുന്നു. പിറകിൽ മറ്റു വാഹനങ്ങളില്ലാത്തത് കാരണം തലനാരിഴക്കാണ് വൻ ദുരന്തം ഒഴിവായത്. നാട്ടുകാർ ചേർന്ന് പിക്കപ്പിന്റെ മുൻഭാഗം താഴ്ത്തി മറ്റൊരു വാഹനത്തിന്റെ സഹായത്താൽ മുകളിലേക്ക് എത്തിക്കുകയായിരുന്നു. ഏറെ നേരം റോഡിൽ ഗതാഗതക്കുരുക്കുമുണ്ടായി. വെങ്ങരയിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് തടി കയറ്റി പോകുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പിലാത്തറ ഹോപ്പ് വില്ലേജിലേക്ക് മഹാത്മാഗാന്ധിജിയുടെ അർദ്ധകായ ശില്പം നൽകി ശില്പിയും ചിത്രകാരനുമായ KKR വെങ്ങര. മാതാപിതാക്കളായ കരപ്പാത്ത് കുഞ്ഞിരാമന്റെയും കുണ്ടത്തിൽ നാരായണിയുടെയും സ്മരണാർത്ഥമാണ് ശില്പം സമർപ്പിക്കുന്നത്. 3 അടി ഉയരമുള്ള ശില്പം ഫൈബർ ഗ്ലാസിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഷാജി മാടായി, സജി തിരുനാവ് എന്നിവർ സഹായികളായി. ചെറുതാഴത്തെ ശില്പിയുടെ ഭവനത്തിൽ വെച്ച് ഹോപ്പിന്റെ പ്രതിനിധികളായ KS ജയമോഹൻ, ജാക്ലിൻ ബിന്ന സ്റ്റാൻലി, MK പ്രിയേഷ്, അജിത് എന്നിവർ ശില്പം ഏറ്റുവാങ്ങി. ഗാന്ധി ജയന്തി ദിനത്തിൽ ഹോപ്പിൽ നടക്കുന്ന ചടങ്ങിൽ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി VP അപ്പുക്കുട്ട പൊതുവാൾ ശില്പം അനാച്ഛാദനം ചെയ്യും. എന്നെ സംബന്ധിച്ച് ഞാൻ ഹോപ്പുമായിട്ട് വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അവരുടെ പരിപാടികളിലും മറ്റ് ഇതിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ ഒരടയാളം എന്നെ സംബന്ധിച്ച് വേണം ഞാൻ ആഗ്രഹിക്കുകയുണ്ടായി. ഗാന്ധിജി എന്നെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ ഓരോ ഇന്ത്യക്കാരനെയും ആഴത്തിൽ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഗാന്ധി ശില്പം ചെയ്യുമ്പോഴും ഒരുപാട് ഓർമ്മകളാണ് നമ്മൾ സമൂഹത്തിന് നൽകുന്നത് എന്നൊരു ആശയം കൂടി എന്നിലുണ്ട്. പയ്യന്നൂർ കോളേജ്, മാനന്തവാടി ടൗൺ സ്ക്വയർ, പാനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, കണ്ണൂർ താലൂക്ക് ഓഫീസ്, കൊട്ടില ഹൈസ്കൂൾ തുടങ്ങി നിരവധി ഇടങ്ങളിലേക്ക് ഗാന്ധി ശില്പങ്ങൾ KKR വെങ്ങര നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ഇദ്ദേഹം നിർമ്മിച്ച ഏഴിമലയിലെ 41 അടി ഉയരമുള്ള ഹനുമാൻ ശില്പം വളരെ പ്രശസ്തമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാലിന്യമുക്ത നവകേരളത്തിനായി കൈകോർത്ത് DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി. പയ്യന്നൂർ ബ്ലോക്ക് തല ശുചീകരണ യജ്ഞത്തിന്റെ ഉദ്ഘാടനം ശില്പി ഉണ്ണിക്കാനായി നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായുള്ള ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി DYFI യൂത്ത് ബ്രിഗേഡ്. ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി
പയ്യന്നൂർ വാട്ടർ അതോറിറ്റി ഓഫീസിന് സമീപം നിർമ്മിച്ച പൂന്തോട്ടം പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായി ഉദ്ഘാടനം ചെയ്തു. പി അനീഷ അധ്യക്ഷത വഹിച്ചു. പി ശ്യാമള, ടി വിശ്വനാഥൻ, CV റഹ്നജ്, സി ഷിജിൽ, നന്ദകുമാർ TCV, കെ മനുരാജ്, ഹാഷിം, പി ഷിജി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കഴിഞ്ഞ ദിവസം പയ്യന്നൂർ, മാടായി കോളേജുകളിൽ നടന്ന KSU SFI സംഘർഷത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പയ്യന്നൂർ കോളേജിലും മാടായി കോളേജിലും SFI പ്രവർത്തകർ KSU പ്രവർത്തകരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് പയ്യന്നൂർ ടൗണിൽ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി അക്ഷയ് പറവൂർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് നവനീത് നാരായണൻ അധ്യക്ഷത വഹിച്ചു. ടൗണിൽ നടന്ന പ്രകടനത്തിന് അരുൺ ആലയിൽ, DP ഭരത്, അക്ഷയ് മാട്ടൂൽ, ഷാരിഫ്, ആത്മജ നാരായണൻ, അർഷാദ് കവ്വായി എന്നിവർ നേതൃത്വം നൽകി. പ്രഥമകാലത്തോടുകൂടി കേരള വിദ്യാർത്ഥി യൂണിയൻ ക്യാമ്പസിലേക്ക് തിരിച്ചു വരുമ്പോൾ KSUവിന്റെ മുന്നേറ്റത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അക്രമ രാഷ്ട്രീയമായി മുന്നോട്ട് പോകുന്ന SFIയുടെ തരംതാഴ്ന്ന നടപടിയാണ്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ജൂനിയർ ബോൾ ബാഡ്മിന്റൺ കാസർഗോഡ് ജില്ലാ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പുതുമ പ്രൊഫസർ MK സ്പോർട്സ് ക്ലബ്ബ് 1ാം സ്ഥാനം നേടി. പുതുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീം 2ാം സ്ഥാനം നേടി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വെള്ളിക്കോത്തി MKPB ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനം നേടി. കുണ്ടാർ ബോൾ ബാഡ്മിന്റൺ ടീം 2ാം സ്ഥാനം നേടി. സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ജില്ലാ ടീം അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. സമാപന ചടങ്ങിൽ സ്പോർട്സ് കൌൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് PV അശോകൻ സമ്മാനദാനം നിർവഹിച്ചു. ബോൾ ബാഡ്മിന്റൺ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K അശോകൻ, KV ബിജു, MTP ബഷീർ, KV ബാബു, K സ്മിത, KK സതീശൻ, രതീഷ് തലിച്ചാലം, K ജയജിത്ത് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ICDS പയ്യന്നൂർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ICDS പയ്യന്നൂർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പെരളം AKG വായനശാല ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പച്ചക്കറികളുടെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നതായിരുന്നു പ്രദർശനം. പച്ചക്കറികൾ കൊണ്ട് പൂക്കളം തീർക്കുകയും ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു മരം നട്ടുകൊണ്ടാണ് നമ്മളെല്ലാ അംഗൻവാടിയും 21 അംഗൻവാടിയാണ് നമുക്കുള്ളത്, ഒരു ശിശു മന്ദിരവും. അപ്പോൾ ഒരു മരം നട്ടുകൊണ്ടാണ് ഇനി തുടക്കം കുറിച്ചിട്ടുള്ളത്. അതിനുശേഷം നമുക്കെല്ലാം അമ്മമാരും ഇപ്പോൾ ഈ കൂട്ടത്തിലുണ്ട്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ അംഗൻവാടി വിവിധ തരം കളറുകളുള്ള പൂക്കളങ്ങളും അതേപോലെ പച്ചക്കറികൾ, അതേ ഡ്രസ്സും ഒക്കെ ധരിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രാധാന്യം നമുക്കറിയാം. വൈസ് പ്രസിഡന്റ് T ഗോപാലൻ അധ്യക്ഷനായി. C ബാലകൃഷ്ണൻ, P ശ്യാമള, HI TV മഹേഷ്, PK സുജാത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് ലോക വയോജന ദിനാചരണവും ബോധവൽക്കരണ ക്ലാസും കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. KSSPU കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KV കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരിവെള്ളൂർ നോർത്ത് സൗത്ത് യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ വയോജന ദിനാചരണവും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ലോക വയോജന ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പെൻഷൻ ഭവനിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങൾ പണിമുടക്കിയാൽ അപ്പം നമുക്ക് പണിമുടക്കാൻ സൗകര്യമില്ല, പണിമുടക്കാൻ കാര്യമില്ല, പണിയില്ല, എങ്കിലേ പണി മുടക്കുള്ളൂ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പ്രതിഷേധങ്ങൾ ശക്തമായ രീതിയിൽ ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ കഴിയും. അത് കഴിയുമല്ലോ. നമ്മൾ സംഘടിതരാണ്. കേരളത്തിൽ 600 ചില്ലറ ആളുകൾ വയോജനങ്ങളുണ്ട്. നമ്മുടെ പെൻഷൻ സംഘടനയിൽ അംഗമാണെന്നാണ് രാജശേഖരൻ മാറ്റി പറഞ്ഞത്. 630.
ചടങ്ങിൽ കെ രാമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. പുത്തൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സബിത എം പി വയോജനാരോഗ്യം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. പി സി ഗോപിനാഥൻ, കെ പി രാജശേഖരൻ, കെ സുധാകരൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സൗജന്യ ഷുഗർ പ്രഷർ പരിശോധനയും ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആഘോഷം ആരംഭിച്ചു. ഗാന്ധി ജീവിതവും ചരിത്ര മുഹൂർത്തങ്ങളും അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഫോട്ടോകളുടെ പ്രദർശനം നടത്തി. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആഘോഷം ആരംഭിച്ചു. ഗാന്ധി ജീവിതവും ചരിത്ര മുഹൂർത്തങ്ങളും അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഫോട്ടോകളുടെ പ്രദർശനവും നടത്തി. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി അധ്യാപകൻ പ്രമോദ് കുമാർ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും നടന്നു. പ്രിൻസിപ്പൽ കെ ശ്രീകലയുടെ സാന്നിധ്യത്തിൽ ഹെഡ്മാസ്റ്റർ എസ് പി കേശവൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലിനെ ക്ഷണിക്കുന്നു. അധ്യാപകരായ ഹരിശങ്കർ, ജിജിഷ എന്നിവർ സംസാരിച്ചു. സ്കൂൾ വിദ്യാർത്ഥി ഗൗതം ഗാന്ധിയെ അനുസ്മരിച്ച് പ്രഭാഷണം നടത്തി. അധ്യാപകൻ കെ ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. സ്കൂൾ ലീഡർ പ്രജയ് ചടങ്ങിന് നന്ദി പറഞ്ഞു. ഗാന്ധിജിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നിർണായകമായ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ചിത്ര പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം നമ്മുടെ സ്കൂളിലെ മലയാളം അധ്യാപകനായിട്ടുള്ള പ്രമോദ് മാസ്റ്റർ അദ്ദേഹം സ്വയം വരച്ച, അദ്ദേഹം നല്ലൊരു ചിത്രകാരൻ കൂടിയാണ്, അദ്ദേഹം സ്വയം വരച്ച കുറേ ചിത്രങ്ങളുടെ പെയിൻറ്റിങ്ങുകളുടെ ഒരു പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. ഗാന്ധിയുടെ ആദ്യകാലം മുതൽ വെടിയേറ്റു മരിക്കുന്നതുവരെയുള്ള വിവിധ കാലഘട്ടങ്ങളിലെയും സംഭവ പരമ്പരകളുടെയും ചിത്രങ്ങൾ പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നു. രതീഷ് മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് ഗാന്ധി ജീവിതവും ചരിത്ര മുഹൂർത്തങ്ങളും അടിസ്ഥാനമാക്കിയ പ്രദർശനം ഒരുക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. KSSPU കരിവള്ളൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനാചരണവും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരിവള്ളൂർ നോർത്ത് സൗത്ത് യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ വയോജന ദിനാചരണവും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ലോക വയോജന ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പെൻഷൻ ഭവനിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പ്രതിഷേധങ്ങൾ ശക്തമായ രീതിയിൽ ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ കഴിയും. അത് കഴിയുമല്ലോ. നമ്മൾ സംഘടിതരാണ്. കേരളത്തിൽ 600 ചില്ലറ ആളുകൾ വയോജനങ്ങളുണ്ട്. നമ്മുടെ പെൻഷൻ സംഘടനയിൽ അംഗമാണെന്നാണ് രാജശേഖരൻ മാസ്റ്റർ പറഞ്ഞത്. 630. ചടങ്ങിൽ കെ രാമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. പുത്തൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സബിത എം പി വയോജനാരോഗ്യം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. പി സി ഗോപിനാഥൻ, കെ പി രാജശേഖരൻ, കെ സുധാകരൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സൗജന്യ ഷുഗർ പ്രഷർ പരിശോധനയും ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സമസ്ത പെരുമ്പട്ട ചീമേനി മേഖലാ കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ മിലാദ് റാലി ഒക്ടോബർ 2 വൈകിട്ട് 3 മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. റാലിക്കു ശേഷം നബിദിന സന്ദേശ പ്രഭാഷണവും നടക്കും. മേഖലയിലെ 15ഓളം മദ്രസകളിൽ നിന്നായി 10 ദഫ് ടീമുകളും 6 മെഗാ ദഫ് സംഘങ്ങളും മദ്രസ വിദ്യാർത്ഥികളും ഫ്ലവർ ഷോ പ്രദർശനവും വിവിധ സ്കൗട്ട് ടീമും റാലിയിൽ അണിനിരക്കും. സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും നേതാക്കളും പ്രവർത്തകരും റാലിയെ അനുഗമിക്കും. വൈകിട്ട് 3 ചീമേനി ടൗണിൽ ഖലീലുർ റഹ്മാൻ ഖാഷിഫി നബിദിന സന്ദേശ പ്രഭാഷണം നടത്തും. PK അബ്ദുൽ ഖാദർ ചീമേനി അധ്യക്ഷനാകും. തുടർന്ന് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിക്കുന്ന റാലി ടൗൺ വലയം ചെയ്ത് ടൗൺ ജുമാ മസ്ജിദിന് സമീപം സമാപിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് പാലക്കുന്നിലെ 87 വയസ്സായ MTP ഹൈദർ ഹാജിയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കരിവള്ളൂർ മുർഷിദുൽ അനാം അൽബിന്ദ് സ്കൂളിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്.
കരിവള്ളൂർ മുർഷിദുൽ അൽബിർ ഇംഗ്ലീഷ് മീഡിയം കിഡ്സ് സ്കൂൾ ലോക വയോജന ദിനം ആചരിച്ചു. മഹലിലെ മുതിർന്ന പൗരനായ കരിവള്ളൂർ പാലക്കുന്നിലെ MTP ഹൈദർ ഹാജിയെ അവരുടെ വീട്ടിൽ ചെന്ന് കുട്ടികൾ പൊന്നാട എണീച്ച് ആദരിച്ചു. ഫോട്ടോ പതിച്ച മൊമെന്റോയും നൽകി. മധുരപലഹാരം നൽകി കുട്ടികളെ സ്വീകരിച്ചു. ചടങ്ങിൽ സ്കൂൾ വർക്കിംഗ് കോർഡിനേറ്റർ മുഹമ്മദ് ത്വയ്യിബ് അഷ്റഫി മാട്ടൂൽ, ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഷബീർ ടി, അൽബിർ മാനേജ്മെന്റ് പ്രതിനിധി ജബ്ബാർ ടി, മുജീബ് ടി, സിദ്ദിഖൻ, സമദ് ഹാജി എന്നിവരും സമീന, ഷമീമ, സനീറ എന്നീ അധ്യാപകരും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. താജുൽ ഉലമ സയ്യിദ് അബ്ദുൾ റഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങളുടെ 11ാമത് ഉറൂസിനും സന്നദ്ധ ദാന സമ്മേളനത്തിനും ഒക്ടോബർ 4-ന് രാമന്തളി എട്ടിക്കുളത്ത് തുടക്കമാവും. 3 ദിവസങ്ങളിലായാണ് ഉറൂസ് മുബാറക്ക് നടക്കുന്നത്. 4-ാം തീയതി വൈകിട്ട് 5 മണിക്ക് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പട്ടുവം KP അബൂബക്കർ മുസ്ലിയാർ ഉറൂസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കർണാടക സ്പീക്കർ UT ഖാദർ മുഖ്യാതിഥിയാകും. 6-ാം തീയതി വൈകിട്ട് 5 മണിക്ക് സനദ്ദാന സമാപന പ്രാർത്ഥനാ സംഗമം സമസ്ത പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സനദ്ദാനവും മുഖ്യപ്രഭാഷണവും നിർവഹിക്കും. മാധ്യമ സമ്മേളനത്തിൽ പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, BA അലി, MTP ഇസ്മയിൽ, മുഹമ്മദ് അമീൻ ലത്തീഫി, മുസ്തഫ ഹാജി എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനാചരണം നടത്തി. മെഡിക്കൽ ഓഫീസർ മംഗള രാജീവൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ദിനാചരണത്തിന്റെ ഭാഗമായി OPയിൽ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ മധുസൂദനൻ മെട്ടമ്മൽ വയോജന ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KT ജയപ്രകാശ്, VP ഗീത, പബ്ലിക് ഹെൽത്ത് നഴ്സ് M പ്രിയാദേവി എന്നിവർ സംസാരിച്ചു. തുടർന്ന് മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ മാത്തിൽ IRPC, പാലിയേറ്റീവ് പരിചരണത്തിലുള്ള മുതിർന്ന പൗരന്മാർ എന്നിവരെ പരിചരിച്ചു. ഏറ്റുകൊടുക്കയിൽ നടന്ന ചടങ്ങിൽ നിരവധി വയോജനങ്ങൾ ഒത്തുചേരുകയും ബാല്യകാല സ്മരണകൾ പങ്കുവെക്കുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ നഗരസഭ ശുചിത്വ നഗരം സുന്ദര നഗരം മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി പയ്യന്നൂർ നഗര സൗന്ദര്യവൽക്കരണത്തിന് തുടക്കമായി. MLA TI മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂരിലേക്കുള്ള പ്രധാന കവാടമായ പെരുമ്പയിൽ മാലിന്യ ബോധവൽക്കരണ ശില്പമൊരുക്കി ഉണ്ണിക്കാനായി. വടക്കേ മലബാറിന്റെ വാർത്താരംഗത്ത് 1.5 പതിറ്റാണ്ടുകാലമായി നിറഞ്ഞു നിൽക്കുന്ന കണ്ണൂർ വിഷൻ ചാനലിന്റെ ആസ്ഥാന മന്ദിരമായ കണ്ണൂർ വിഷൻ ടവർ ഒക്ടോബർ 2-ന് നാടിന് സമർപ്പിക്കും. മേലെ ചൊവ്വയിൽ 4 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ സജ്ജീകരിച്ചിട്ടുള്ള കണ്ണൂർ വിഷൻ ടവർ ഒക്ടോബർ 2-ന് രാവിലെ 10:30 മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. മാനസികോല്ലാസത്തിനായി ഒരു പകൽ മുഴുവൻ കൗവായി കായലിലെ വഞ്ചി വീട്ടിൽ ആട്ടവും പാട്ടുമായി ചിലവഴിച്ച് വയോജനങ്ങൾ. വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDS നേതൃത്വത്തിലാണ് വഞ്ചി വീട്ടിൽ 60 പിന്നിട്ടവരെ ഒരുമിച്ച് ചേർത്തത്. പ്രവർത്തനം റദ്ദു ചെയ്തിരിക്കുന്ന ചൂരപ്പടവ് ക്വാറിയിൽ MLAയും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. ക്വാറിയുടെ പ്രവർത്തനം റദ്ദു ചെയ്തത് അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിനെ തുടർന്ന്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.